നമസ്കാരം. ഞാൻ SI സേതു ആലുവ. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് സ്റ്റേറ്റിലെ തേനി ജില്ലയിൽ കമ്പം എന്ന സ്ഥലത്തെ ഒരു ക്ലിനിക്കിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്ന ക്ലിനിക്ക്. ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ചികിത്സയാണ് നടക്കുന്നത് എന്നറിഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ അവിടെ എത്ര നാളായി വന്നിട്ട് അവരുടെ അസുഖം ഭേദമുണ്ടോയെന്നെ പറ്റി കുറിച്ച് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമുക്ക് തന്നെ നേരിട്ടൊന്ന് ചോദിച്ചറിയാം. എൻ്റെ പേര് ഷമീർ. ഷമീറല്ലേ? ശരിക്കും എന്താ സുഖമായിട്ടാണ് വന്നേക്കണേ? ഞാൻ വെരിക്കോസ് വെയിൻ്റെ ഇതുമായിട്ടാണ് വന്നത്. അതുപോലെ നെഞ്ചരിച്ചിലുണ്ടായിരുന്നു. ഇപ്പം വന്ന ഗുളിക കഴിച്ച ഒത്തിരി മാറ്റമുണ്ട് ഇവിടെ. വെരിക്കോസ് സ്ഥലം എവിടെയാ? ഞാൻ ചങ്ങനാശ്ശേരി പായിപ്പാടെന്ന് പറയും. പായിപ്പാട്. എല്ലാ മാസവും ഞാൻ ഇവിടെ വരാറുണ്ട്. ഗുളിക മേടിക്കും. ഡോക്ടർ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 1.5 വർഷത്തോളം ആവുന്നു. ഞങ്ങൾ 5 പേര് സ്ഥിരമായിട്ട് ഇവിടെ. ഇപ്പം കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നവരുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇവിടെ വരുന്നവരുണ്ട്. ഒത്തിരി സ്ഥലത്ത് വന്നു. ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, ഒത്തിരി പേര്. അല്ല, ഞങ്ങളിവിടെ വരുമ്പോൾ തന്നെ പല സത്യമേ നമുക്ക് അത്ഭുതമായി പോയിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് വരെ ഇന്ന് ഒരാൾ കണ്ണൂരിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. കണ്ണൂർ ഉദയഗിരി ഭാഗത്ത് വന്ന ഒരാളവിടെ ട്രീറ്റ്മെൻറ്റ് വന്നേക്കുന്നു. അവർ ഭയങ്കര അത്ഭുതം തന്നെ. ഒത്തിരി ആൾക്കാർ അറിഞ്ഞു കേട്ട് വരുന്നത്. കേരളത്തിൻ്റെ ഇപ്പോൾ എല്ലാ ജില്ലയിലും ആൾക്കാരിവിടെ എത്തിപ്പെടുന്നുണ്ട്. ആലുവ എന്നുള്ള ആൾക്കാർ ഇന്നിവിടെ എത്തി കാണാൻ പറ്റും. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. വന്നവർക്കൊക്കെ നല്ല സമാധാനമുണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഇപ്പം തന്നെ ഞാനൊരു ഇലക്ട്രീഷ്യനാണ്. എനിക്ക് പണി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ മരുന്ന് കഴിച്ചാൽ പിന്നെ വളരെ ആശ്വാസമുണ്ട്. ചെയ്യുന്നതിനൊക്കെ ഇപ്പോൾ ഈ ആളുടെ പേരെന്താ? എൻ്റെ പേര് ഷാജഹാൻ. ഷാജഹാൻ. പായിപ്പാടാണ്. നിങ്ങൾക്ക് എന്താണ്? എനിക്ക് ഷുഗർ കൂടുതലായിരുന്നു. ഒരു 400-420 ഒക്കെ ആയിരുന്നു ഷുഗർ. 400-420 ഒക്കെ ആയിരുന്നു ഷുഗർ. ഇപ്പോൾ ഏകദേശം ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയ പിന്നെ 90-95 ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങോട്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റേ എനിക്ക് ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. ഇവിടുത്തെ മരുന്ന് കഴിച്ചാൽ പിന്നെ ഒത്തിരി എനിക്ക് ഭേദമുണ്ട്. പിന്നെ പ്രഷറുണ്ട്. പ്രഷറിനും ഗുളിക കഴിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ലാതെ പോകുന്നു. എൻ്റെ പേര് ഇബ്രാഹിം. ഞാനും പായിപ്പാട്ടിൽ നിന്നാണ് വരുന്നത്. എനിക്കും ഷുഗറിൻ്റെ പ്രോബ്ലം ആയിരുന്നു. ഫാസ്റ്റിംഗ് ഒരു 380-400 വന്ന ആളായിരുന്നു. അങ്ങനെ അത്രയും ഷുഗറായി കണ്ടമാനം ശരീരം മെലിഞ്ഞ് 55 കിലോ വരെ തൂക്കം കുറഞ്ഞായിരുന്നു. ഇപ്പം 6-7 മാസമായിട്ട് ഗുളിക കഴിക്കുന്നുണ്ട്. ഷുഗർ നോർമലായി തൂക്കം ഒരു 65 കിലോ വരെ ഇപ്പം തൂക്കം വന്നു. കുഴപ്പമില്ല, നല്ല ഇതാണ്. ഷുഗറിന് 100% ഗ്യാരണ്ടി പറയുകയാണ്. പേര് നാരായണക്കുറുപ്പ്. എവിടെ സ്ഥലം? തൊടുപുഴയ്ക്ക് അടുത്ത് കരിമണ്ണൂർ. ബുദ്ധിമുട്ടൊന്നുമില്ല? ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ 1 വർഷമായി കഴിക്കണം. തുടങ്ങി ഒരു 6 ദിവസം കഴിഞ്ഞപ്പം മുതൽ ഷുഗർ കുറഞ്ഞു. ഇപ്പോഴും 110-120 അങ്ങനെ. ഇല്ല, ഒരു പ്രശ്നമില്ല. ഗുളികയെല്ലാം കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാതെ വന്നാൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. അല്ലെങ്കിൽ ഒരു വിഷയം അത് തന്നെ. സമയത്ത് ഭക്ഷണം കഴിച്ചാൽ എല്ലാം നോർമൽ. ഞാൻ ഷംസുദ്ദീൻ, ഞാറക്കാട്ടിൽ കുഴിവേലിപ്പടി പഞ്ചായത്ത് റോഡ്, എറണാകുളം ജില്ലയാണ് നമ്മുടെ വീട്. അപ്പോൾ ഞാൻ ഈ ആളുടെ അടുത്തുനിന്ന് ഒരു മാസം മുമ്പ് പോയി. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഞാൻ അവിടെ പോയി മരുന്ന് വാങ്ങിക്കാൻ പോയി. കമ്പത്ത് മരുന്ന് വാങ്ങിച്ച് ഒരു 3-4 ദിവസം കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ വൈഫിനും ഷുഗറാണ്, എനിക്കും ഷുഗറാണ്. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് 265-245 ആയിരുന്നു ഞങ്ങളുടെ ഷുഗർ. അപ്പോൾ ഞങ്ങൾ പോയി മരുന്ന് വാങ്ങിച്ച് ഒരു 3-4 ദിവസം കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ നേരെ താഴേട്ട് വന്ന് 140-120 വന്ന്. ഇപ്പോൾ അൽഹംദുലില്ലാ 110-120 ഞങ്ങളുടെ ഷുഗറിൻ്റെ ലെവല്. പിന്നെ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. ഇപ്പോൾ ഞങ്ങൾ 2ാമത്തെ മാസം ഇപ്പോൾ 2ാമത് മരുന്ന് വാങ്ങിച്ച്. ഷുഗറിനും കൊളസ്ട്രോളിനും വൈഫിന് വെരിക്കോസിൻ്റെ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് വെരിക്കോസിനും കൂടി വാങ്ങിച്ച് കുഴപ്പമില്ല, നോർമലിലാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾക്ക് പോയി വന്നിടത്തോളം ആൾക്കാരുടെ അഭിപ്രായത്തിലും നല്ല ഒരു അഭിപ്രായമാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ പോയി. 10-25 പേര് പല പ്രാവശ്യമായിട്ട് പോയി. അവർക്കും വന്നവർക്കൊക്കെ ഒരാൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന 3 നേരം. ഇപ്പോൾ അയാൾ ഗുളികയിലാണ്. ഇപ്പോൾ നോർമലായി എന്നാണ് പുള്ളിയുടെ വിവരം കിട്ടിയത്. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കും അൽഹംദുലില്ലാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലാണ്. 120-110 നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഫുഡ് കഴിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. APM ഹോസ്പിറ്റൽ കമ്പം. ഇത് ഒരുപാട് സമയം ഇവിടെ ഉണ്ട്. എത്ര വർഷമായി? ഇവിടെ ഇപ്പോൾ 25 ഇയർ ആയിട്ടുണ്ട്. നേരത്തെ തൊട്ട് നമുക്ക് ഗവൺമെൻറ് ജോലി മുടിഞ്ഞിട്ട് ഇത് തുടങ്ങിയതാണ്. റിട്ടയറായിട്ട് ആൾക്കാർ നാൽപ്പെട്ട അസുഖം ആൾക്കാരുടെ ഒരുപാട് വരുന്നുണ്ട്. നാൽപ്പെട്ട അസുഖമുള്ള ആൾക്കാരെ ഒരുപാട് വരുന്നുണ്ട്. എല്ലാവർക്കും ഹാപ്പി തന്നെ.
അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വെറുതെ ഇവിടെ ബുദ്ധിമുട്ട് മാറിപ്പോകുന്നത്. എല്ലാ അസുഖത്തിനെയും ഉണ്ട്. എന്തൊക്കെ അസുഖങ്ങളാണെന്ന് പറയുമോ? ലേഡീസ് സംബന്ധപ്പെട്ട ഫൈബ്രോയിഡ്, സിസ്റ്റ്, യൂട്രസ് ഇതെല്ലാം ഉണ്ട്. അതെല്ലാം ഡയബറ്റിക്, റുമാറ്റിക്, സ്കിൻ ഡിസീസ്, സോറിയാസിസ്, ആസ്മാറ്റിക്, വെരിക്കോസ് വെയിൻ, ഇതുപോലെ നാൽപ്പെട്ട എല്ലാ അസുഖങ്ങളും, മുറിവ് 10-20 മുറിവ് കൂടെ ഇവിടെ ഒന്ന് ശരിയാകുന്നുണ്ട്. മുറിവ് ആൾക്കാരായിട്ട് വെരിക്കോസ് മുറിവ്, ഡയബറ്റിക് മുറിവ് ഇതെല്ലാം ശരിയാകുന്നുണ്ട്. അലർജിക്ക്, സൈനസൈറ്റീസ് അസുഖങ്ങൾ എല്ലാം വളരെ ഹാപ്പി തന്നെ. 90% പൂർണ്ണമായിട്ട് മാറുന്നുണ്ട്. 10% അത് എവിടെ പോയാൽ ശരിയാകാതെ അത് കിടമൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, ആൾക്കാർ ഹാപ്പിയാണ് കേട്ടോ. ആരെങ്കിലും പേരെന്നെ സിദ്ദിഖ് എങ്ങനെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ കാര്യം? അൽഹംദുലില്ലാ, എല്ലാം കൊണ്ടും നല്ല അഭിപ്രായമാണ്. എനിക്ക് വളരെ ഫലപ്രദമാണ് അദ്ദേഹത്തിൻ്റെ മരുന്ന്. എത്ര വർഷമായി ഇപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ട്? ഞാനൊരു 2 വർഷമായി. അൽഹംദുലില്ലാ, ഷുഗറായിരുന്നു. നോർമലായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇത് ഈ സ്ഥലത്തിൻ്റെ പേരൊന്ന് പറയാമോ? ഈ സ്ഥലം കറക്റ്റ് ഇത് കമ്പം, തേനി ഡിസ്ട്രിക്റ്റ്, തമിഴ്നാട്, കമ്പം.